നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഫ്രോഡുകൾ ആരാന്നറിയോ? ഇതുപോലെ കുറെ ആസാമിമാരാണ്. ഈ മുരാരി തന്ത്രി ഇയാളിപ്പോൾ എയറിലാണ്, ജയിലിലുമാണ്. അപ്പോൾ ഇയാൾക്കെതിരെ ഒരു പുതിയ കേസ് വന്നിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് ഇയാൾ ആരാന്നൊന്ന് പറയാം. ഇയാൾ ഫേമസ് ആവുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ്. മാത്രമല്ല ഇയാൾ പല ആൾക്കാരെയും കാണുന്നത് ലൈവായിട്ട് യൂട്യൂബിലൂടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഇയാൾ 24 ന്യൂസിലെ തമ്മിൽ പരിപാടിയിൽ വന്നിരുന്നിട്ട് എന്തൊക്കെയോ തള്ളുന്നുണ്ടായിരുന്നു. റോക്കറ്റിനുള്ള എന്തൊക്കെയോ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇയാൾ പറഞ്ഞിട്ടാണ് റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് എന്നും പിന്നെ അർജുൻ്റെ ലോറി, നമ്മുടെ അർജുൻ ഉണ്ടല്ലോ, പുള്ളിയുടെ ലോറി ഏത് ദിശയിലാണ്, ഏത് സ്ഥലത്താണ് കിടക്കുന്നത് എന്ന് ഇയാൾ പ്രവചിച്ചിട്ടുണ്ട് എന്നുമൊക്കെ ഇരുന്ന് തള്ളുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയ സാമിക്ക്, ഇത്രയും വലിയ സിദ്ധിയുള്ള, ഇത്രയും വലിയ പ്രവചിക്കാൻ കഴിവുള്ള സ്വാമിക്ക് പറ്റിയില്ല സ്വന്തമായിട്ടൊരു കേസ് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു പണി സ്വന്തമായിട്ട് കിട്ടാൻ പോകുന്നുണ്ട് എന്ന്. ഇയാളെ പോലീസ് വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് ഇതൊരു ഫേക്ക് കേസാണ്, തനിക്കെതിരെ ഫേക്ക് കേസ് കൊണ്ടുവന്നതാണ് എന്നൊക്കെയാണ്. ഒരു പോക്സോ കേസാണ്. പല പോക്സോ കേസുകളിലും ഫേക്കായിട്ട് പല കേസുകളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേസ് ഉള്ളതാണോ ഇല്ലതാണോ, അല്ലെങ്കിൽ റിയൽ കേസാണോ അല്ലെങ്കിൽ ഫേക്ക് കേസാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇത്രയും വലിയ പ്രവചിക്കാൻ കഴിവുള്ള ഈ സ്വാമിക്ക് ഇങ്ങനെ ഒരു ഫേക്ക് കേസ്, ഇയാൾ പറയുന്ന പോലെ അത് ഫേക്ക് കേസ് ആണെങ്കിൽ തൻ്റെ മേലെ ഒരു ഫേക്ക് കേസ് വരുന്നത് പ്രവചിക്കാൻ സാധിച്ചില്ല. പ്രവചനം സ്വന്തം കാര്യത്തിൽ നടക്കില്ല, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ, ബാക്കിയുള്ളവരുടെ ജീവിതം കൊഞ്ഞട്ടേക്കാൻ ഇതുപോലത്തെ സ്വാമിമാർക്ക് പറ്റുള്ളൂ.